ശ്രീ ടി ജി മോഹൻദാസ് ചന്ദന ലേപ സുഗന്ധം ചാർത്തി എല്ലാം ശബരിമലയിൽ സമംഗളം സമാപിക്കും എന്ന് സുരേഷ് ബാബു പറയുന്നു. ഞാൻ പെട്ടെന്ന് നിർത്താനായിട്ട് എനിക്ക് രണ്ടേ ആവശ്യങ്ങളേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് കെ ജയകുമാർ വന്നാൽ നിസ്സാര കാര്യമാണ്. ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ദേവസ്വം ബോർഡിൻ്റെ ലേറ്റസ്റ്റ്, അത് 2014, 15 ആയിക്കോട്ടെ, 15, 16 ഏത് വർഷമോ, അത് ഒന്ന് ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല, ചുമ്മാ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് പറയുക, അവിടുത്തെ ക്ലർക്ക് ഇറ്റ്സ് ഒരു ക്ലിക്ക് അവേ, ഒറ്റ ഇത് മൗസ് ക്ലിക്കിൽ ഈ സാധനം അപ്ലോഡ് ചെയ്യുക. ഒന്ന് അത് അപ്ലോഡ് ചെയ്യുക. രണ്ടാമത്തത് ദേവസ്വം ആക്ട്, ബെയർ ആക്ട്, പലരുടെയും വ്യാഖ്യാനവും സംഗതിയല്ല, ബെയർ ആക്ട് അതും ഒന്ന് അപ്ലോഡ് ചെയ്യുക. ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ബെയർ ആക്ട് ദേവസ്വം ബോർഡിലില്ല, ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിലില്ല, സർക്കാരിലില്ല. ഇപ്പോൾ മാർക്കറ്റിൽ പ്രചരിക്കുന്ന എത്രയോ വർഷമായിട്ട് ശ്രീ PR രമേശനോ അതോ R രമേശനോ അങ്ങനെ ഒരു വക്കീൽ ഇറക്കിയ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം തെറ്റൊന്നുമില്ല, അതിൽ ഒരു വലിയ ബൗണ്ടഡ് വോളിയമാണ്, അതാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബെയർ ആക്ട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയത് ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയാണ്. ബെയർ ആക്ട് ഇല്ല സർക്കാരിൽ. ദേവസ്വം ആക്ടിൻ്റെ ബെയർ ആക്ട് 1980 പാസ്സാക്കിയത്, പിന്നീട് ഭേദഗതി ഇതൊക്കെ ചേർത്തിട്ടുള്ള സാധനം അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ജയകുമാർ സാറിനോട് പറയുന്നത്, ഇതൊന്ന് ആരോടെങ്കിലും പറയുക, അദ്ദേഹം അതിന് മെനക്കെടുവൊന്നും വേണ്ട, ആരെങ്കിലും ഒന്ന് തപ്പിപ്പിടിച്ചിട്ട് അതൊന്ന് അപ്ലോഡ് ചെയ്യിടും. ഒരു ബാലൻസ് ഷീറ്റ്, ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ലേറ്റസ്റ്റ്, ഇത് രണ്ടും ചെയ്യാൻ അദ്ദേഹം പേഴ്സണലി ഒന്നും ചെയ്യാനില്ല, അതിൽ ഒന്ന് ഓർഡർ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ പേഴ്സണലി അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങും. ഇതുവരെ നമുക്കിപ്പോൾ ഭൂതകാലം നോക്കിയിട്ട് ഇങ്ങനെ ഒരാളിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. വാട്ട് എവർ ഹാസ് ഹാപ്പൻ. ഇപ്പോൾ അദ്ദേഹമാണ് ഹെൽം ഓഫ് അഫയേഴ്സിൽ ഇരിക്കുന്നതെങ്കിൽ ശരി, അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിന് അദ്ദേഹം പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്താൽ ഞാൻ കൃതാർത്ഥനായി. തീരെ നിസ്സാര കാര്യം, ബെയർ ആക്റ്റും ബാലൻസ് ഷീറ്റും, ദാറ്റ്സ് ഓൾ. 30 seconds ശ്രീ വി ഗോപാലകൃഷ്ണൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇനിയും എന്നും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും, ഇതുകൊണ്ടൊന്നും യാതൊരു ഫലവുമില്ല. ഇതിൻ്റെ ഒരു ഒറ്റ മൂല്യം എന്ന് പറയുന്നത് ഉടനടി ഇറ്റ്സ് എ സപ്ലിക്കേഷൻ ടു ദ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്ലീസ് ടേക്ക് ഓവർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗുരുവായൂർ ടെമ്പിൾ ആൻഡ് ശബരിമല അറ്റ് ദ ഏർലിയസ്റ്റ്. അതാണ് ഇതിൻ്റെ ഒരു പരിഹാരം, ഒറ്റമൂലി, വേറെ ഒന്നുമില്ല.